ചെങ്ങന്മാരങ്ങോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നാട്ടിലെത്തിൻ്റെ ശേഷം ചെക്കന്മാരപ്പോൾ കൂടെ നല്ലൊരു ട്രിപ്പ് അടിക്കാനുള്ള പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നേരെ ഇവിടെ നമ്മൾ വയനാട് റിസോർട്ട് എടുത്ത് നേരെ അങ്ങോട്ട് പോകാനുള്ളത്. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാബർക്ക് വണ്ടി ഇട്ടാണ് നേരെ വന്നതിൻ്റെ ശേഷം ചെക്കന്മാരൊക്കെ പിടിച്ചാൽ ഉള്ളിലാണ് കയറ്റിൻ്റെ ശേഷം നല്ലൊരു പാട്ടിട്ട് തുടങ്ങിയ ഡാൻസ്. നമുക്ക് ആകെ വന്നിട്ടുള്ള ചിലവ് 2800 ഉള്ളൂ ഒരാൾക്ക്. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിസോർട്ടിന് 1000 രൂപ ഫണ്ടും പിന്നെ 1500 നമ്മൾ ആ വണ്ടിക്കും അങ്ങനെ ചില്ലറ കാര്യങ്ങളൊക്കെ കൂടി 200 കൂടെ ആയി. അങ്ങനെ കൂടെ ചുരുക്കി പറഞ്ഞ് ചെക്കന്മാർ പൊളിച്ചിട്ട് അങ്ങനെ വണ്ടി ലേറ്റ് അടക്കാൻ പൊട്ടി. ആ കറങ്ങുന്ന ലേറ്റ് ഉണ്ടല്ലോ സാധനം ലാസ്റ്റ് പൊട്ടി. അങ്ങനെ കൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അജാതി എന്നറിയോ. 11-ാം തീയതി നമ്മൾ വണ്ടിയാണ് കൊണ്ടുപോയതിനു ശേഷം നമ്മൾ വരുന്നത് 12-ാം തീയതി രാത്രി 9 മണിക്കാണ്. അതുവരെ തമർത്ത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ തമർത്താളുള്ളത്. അജാതി കളിയല്ലേ ചെക്കന്മാർ ആട്ട കണ്ടതിൽ തന്നെ ഉസാറല്ലേ. എന്താപ്പാ കളി വല്ലാത്ത ജാതി. അങ്ങനെ അവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ നേരെ ചുരത്തിമാരെ കയറി. നമുക്ക് 11 മണിക്കാണ് 2 മണിക്കാണ് അലോട്ടുള്ളത് ഇത് റിസോർട്ടിലേക്ക് കയറാനുള്ളത്. അപ്പോൾ ഞങ്ങളെ വല്ല ചാടി കളിച്ചിട്ടൊക്കെയാണ് വല്ലാണ്ട് പോയത്. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12-ാം തീയതി 11:45 നമ്മൾ റിസോർട്ടിൽ നിന്ന് ഔട്ടാവേണ്ടത്. അവർ ചോട്ടി പറഞ്ഞാൽ എല്ലാം എന്താ ചെയ്യാ. ഇവരെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും വലിയ ഗായകന്മാരാണെന്നാ. അല്ലാത്ത ജാതി അവരൊക്കെ ബാത്റൂമിൽ പറഞ്ഞ ടീമാണെന്നാ. എന്നിങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മരത്ത് ഓരോരോ പാട്ടും കേട്ട് തമ്മരത്ത് പൊളിച്ചടക്കി പോയി. കണ്ടുണരാൻ പോര് കാറ്റിൻ ഗതിയറിയാതോരോ ഈ മാസങ്ങൾ പണിയെടുത്തിട്ട് നമ്മൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ പോകണം നല്ലതാണ്. എല്ലാവരും ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായി എൻജോയ് ചെയ്ത് പോകാറുണ്ട്. വേറെ ലെവലിൽ ഇവിടുന്ന് കിട്ടാനാ. അങ്ങനെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ടെമ്പോ വിളിച്ച് പോകരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയും കറങ്ങാൻ പറ്റില്ല. ടെമ്പോ വിളിച്ച് പോവുകയാണെങ്കിൽ എന്താ ഫുൾ എൻജോയ് ചെയ്ത് കറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ പോകാൻ പറ്റുന്ന ആ ലെവലിൽ പോകണം. പക്ഷേ ട്രിപ്പിൽ നമുക്ക് മൂഡ് ഓഫ് ആയെന്നല്ലട്ട പറയുന്നത്. അതായത് വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാറായിട്ട് റിസോർട്ടിൽ പോയിട്ട് റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും തിരണം ആ രൂപത്തിൽ പോകണം. ഇപ്പോൾ ടെമ്പോ ആകുമ്പോൾ എന്താ ആ ടെമ്പോൻ്റെ ചാർജിൻ്റെ മേലേക്ക് നമുക്ക് വേറെ എവിടേക്കും തിരിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെറിയ വിശ്വാസം ഉണ്ട്. അങ്ങനെ നമ്മൾ വയനാട് ചുരം കയറുന്നുണ്ട്. എന്താ പോയി എറ്റാതെ ഡേവറുന്ന ഇവല്ലാത്ത ജാതി. എന്താ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇജാതി ക്ലൈമറ്റ് ഞങ്ങൾ ഇപ്രാവശ്യം പോയിൽ കിട്ടിയതിൽ ഇതാണ് പക്കാ ക്ലൈമറ്റ്. മഴക്ക് മഴ, മഞ്ഞിക്ക് മഞ്ഞ്, വല്ലാത്ത ജാതി സിറ്റുവേഷനായിരുന്നു. വയനാടിക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാം പൊയ്ക്കൂലി മക്കളെ അടിച്ച് പൊളിച്ച് തിമിർത്ത് വന്നോളി എന്നാ പറയുന്നത്. അജാതി വൈബല്ലേ എന്നാ. എജാതി തണുപ്പും കാര്യങ്ങളോ ഈ നാട്ടിൽ ചൂടെടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വർഗത്തേക്ക് പോയാൽ മതി. അജാതി തണുപ്പാണ്. നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഏറ്റെടുത്തി നമ്മൾ ജാബർക്കാനായിട്ട് അങ്ങനെ വണ്ടിക്കും ഫുഡിനും പാക്കേജ് ആയിട്ട് എടുത്തിരുന്നത്. അതായത് 3 നേരത്തെ ഫുഡിന് നമുക്ക് 1500 രൂപയാണ് പാക്കേജിൽ വന്നിട്ടുള്ളത്. അതായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 11-ാം തീയതി രാവിലെ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ രാവിലെ കറി ഉണ്ടാക്കി ചപ്പാത്തി വാങ്ങിയിട്ട് അങ്ങനെയാണ് കഴിച്ചു. അതായത് ചെറുതായിട്ടുള്ള മട്ടത്തിലാണ് കഴിച്ചത്. ഉച്ചക്കുള്ള ഫുഡ് നമുക്ക് ജാബർക്കാൻ്റെ പാക്കേജിൽ പെട്ടതാണ്. അപ്പം നല്ല ഫുഡ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. വയനാട് ചുരം കയറിയതിന് ശേഷം ഫസ്റ്റ് ഹോട്ടലിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോവുക ചെയ്ത്. റിസോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് വേറെ ലെവൽ സംഭവം. ചെറുവഴികളിൽ ഒരു ചിരിമല
അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് കേട്ടില്ല. ഇപ്പോൾ വളവിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫൈന് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളെന്താ പറ്റിയ മേലെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ വിട്ട് ചെക്കന്മാർ കൂടെ എന്താ എൻജോയ്മെന്റ് നോക്കി. ഈ തണുപ്പിലൊക്കെ അവിടെ പോയി ചാടി കളിച്ച് കഴിഞ്ഞിട്ട് അജാതി സുഖല്ലേന്നാ. ഇതിൽ ആരുടെ പൈസ ഉണ്ടായിട്ട് പോയതല്ലാന്ന് അവിടുന്ന് ഇവിടുന്ന് തിരിച്ചിട്ട് പോകണമാണ്. ഈ എൻജോയ്മെന്റ് കിട്ടണമെങ്കിൽ പിന്നെ അത് പിന്നീട് എല്ലാവരും ഒത്ത് വരുമ്പോൾ ടൈം നേരം പോകും. അപ്പം എന്താ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് പോകണം. ഇത് പൈസ ഉണ്ടായിട്ട് ആരും പോകില്ല, ഒക്കെ കടത്തിമ്മലാണ്. എങ്ങനെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞു അടിച്ചു പൊളിച്ചാണ് തിമിർത്ത് ഒന്നും പറയാൻ. കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു കണ്ടു മലനിര കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും തന്തിരത്താനേ താനാനേ തന്തിരത്താനിന്നാനേ. വയനാട്ട് വന്നിട്ട് ആ ചുരത്തിനെ മേലെ 2 ഡാൻസ് കളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വയനാട്ടിലേക്ക് പോകുന്നത്? അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് തിമിർത്ത് എന്താപ്പാ ഇരുത്ത് നോക്കി അവരെ രാജാവല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴി ഉണ്ടാക്കിയിരുന്ന ആ ചുരണ്ടാക്കിയ ആളെ കുറിച്ചിട്ടാണിത്. ഈ പ്രതിമുള്ളത് ആ ചെങ്ങായിയാണ്. ഇവിടുന്ന് നമ്മൾ ആ മൂപ്പരെ തൂക്കി കൊന്നതും അങ്ങനത്തെ കുറേ കഥകൾ ജാബർക്ക് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ നല്ല ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അത് ജാബർക്കാൻ്റെ പാക്കേജിൽ പെട്ടതായിരുന്നു. പുറത്ത് കയറിയപ്പോൾ എന്താതി മഴ എന്നോ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് റിസോർട്ടൊക്കെ അപ്പോൾ നമ്മൾ 1:30 കഴിഞ്ഞിരുന്നു. അങ്ങനെ റിസോർട്ടൊക്കെ പോയപ്പോൾ എന്താ വൈബ് നോക്കി. ഒരു വണ്ടിക്ക് പോകാനുള്ള കറക്റ്റ് അങ്ങോട്ടോ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എവിടേക്കാണ് പോവുക, എവിടേക്കും പോകില്ല. അങ്ങനെ നേരെ റിസോർട്ടിൽ പോയി. ഈ റിസോർട്ട് വന്ന് കിടക്കുന്നത് വൈത്തിരിയിലാട്ടാ. അതിനോട് പോയിട്ട് വൈബ് നേരം ചെറിയ മഴ, ചെറിയ മൂടിൽ കാറ്റ്, അങ്ങനെ കൂടി വേറെ ലെവല് വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. എജാതി റൂമുകളെന്നാലോ എക്സിക്യൂട്ടീവ് റൂമുകളെന്നൊക്കെ കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ ഒരു സൂപ്പർ സംഭവമായിരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് ആ കോണി കിടക്കുന്ന സ്ഥലത്ത് ഒരാളെ മൂടണ ഐറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. അജാതി കുണ്ടേന്ന് അവിടെ. അങ്ങനെ അടിച്ച് പൊളിച്ച് തിമിർത്ത് ഡാൻസും കാര്യങ്ങളും വേറെ ഈ വൈബ് ചെങ്ങൈമാരങ്ങളും ഇവിടെ നിന്നിട്ട് എവിടേക്ക് പോയാലും കിട്ടൂല. അജാതി വൈബ്. ആരും ഫോണില്ല, ഒരാടത്ത് മാത്രം ഫോണും. അത് എന്തിനാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും ഫോണൊക്കെ അവിടെ ഇടിച്ച് പോന്നിട്ട് ഈ എൻജോയ്മെന്റ് കിട്ടും. ഇനി എത്തെങ്ങനെയുള്ള കഥ ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല. പൈസ ഉണ്ടാക്കിയിട്ടൊന്നും പോകില്ല, നടക്കില്ല. പോയി കട വാങ്ങി എവിടേക്ക് പോകാൻ നോക്കി. ഇജാതി വൈബ് ഇനി അർത്ഥത്തിൽ കിട്ടൂല. ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി പാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു കണ്ടു മലനിര കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആൾ വന്ന് പറഞ്ഞ അടിയിൽ വെള്ളച്ചാട്ടം അവിടേക്ക് വേണമെങ്കിൽ പോയിക്കോളീന്ന് അട്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചോണ്ടീന്ന് പറഞ്ഞിന്ന്. അങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പോരെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയപ്പോഴാണ് വൈബ് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞ വെള്ളം അതിനിടയിൽ ചെറിയ മഴയും ഒക്കെ കൂടി ഒരു കഥയിന്ന് അവിടെ. എന്താ ഈ ചെക്കന്മാർ എൻജോയ്മെന്റ് പറഞ്ഞാൽ ഇജാതി എൻജോയ്മെന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ അടിച്ചു പൊളിച്ചല്ല തിമിർത്തി ആരടുത്ത് ഫോണില്ല. അതാണ് നമ്മൾ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. അതാണ് പിന്നെ അങ്ങോട്ട് വെള്ളയാക്കലും ഇങ്ങോട്ടാക്കലും ഒരു കഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി കഥയെന്ന്. അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയത് കണ്ടറിയണം, അതവിടെ പോയി ചെന്നറിയണം. അങ്ങനെയാണ് ഇത് സിറ്റുവേഷൻ. എന്താ ഇപ്പം ഇരുത്തം നോക്കി. അങ്ങനെ കൂടി ഒരു കഥ. ഇളം തെന്നൽ മോളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം. പിന്നെ ചെങ്ങമ്പൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ സെമികളിൽ നിന്നൊക്കെ കയറി വെള്ളച്ചാട്ടത്തിൽ കയറിയതിന് ശേഷം അവർ പറഞ്ഞു മേലേക്ക് കുന്നാണെന്ന് പറഞ്ഞു, റിസോർട്ടിൻ്റെ മേലേക്ക് കുന്നാന്ന് പറഞ്ഞു, അവിടെ പോയിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കിയില്ല, വടിയും കുത്തിയാണ് കയറി തുടങ്ങി. നമ്മളെ ഗുജറാക്കാൻ്റെ കാൽമ ഫുള്ള് അട്ടാണ്ട് കടിച്ചിട്ട് അതാണ്ട് ഇരപ്പായി ചോരൊക്കെ ഇട്ട് വന്നിട്ട് പൊന്നാരെ ഒന്നും പറയണ്ട. അങ്ങനെ നേരെ നന്നായി മേലേക്ക് കയറിയപ്പോൾ എന്താ വ്യൂ എന്നറിയോ, വല്ലാത്ത ജാതി വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ജാതി തണുത്തിട്ട് ഒരു ചൂടില്ല, ഒന്നുമില്ല, കാറ്റും തണുപ്പും മാത്രം.
അങ്ങനെ ഇതിൻ്റെ മേലെ ഞാൻ കയറി നടന്നപ്പോഴാണ് ഒരു മരത്തിൻ്റെ വലിപ്പം നോക്കി വല്ലാതെ ജാതി വലിപ്പം. ഇതിൻ്റെ മേലേക്ക് നമ്മളെ ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പണ്ടത്തെ ഒരു വീട് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ ആ വീട് പണി നടക്കുകയാണ്. ഇത് അതിൻ്റെ മലന ലാസ്റ്റിലുള്ള റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. പക്ഷെ എന്താണ് അവിടെ നല്ല ശ്രദ്ധിക്കും വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലന് ലാസ്റ്റാണ്. അപ്പോൾ എല്ലാം ഉണ്ടാവും അവിടെ. അത് കഴിഞ്ഞ ശേഷം നേരെ വിട്ട് അടിയിക്ക് നമ്മളെ റിസോർട്ടിൽ തന്നെ ആ ആട്ടം നോക്കേണ്ട അട്ടടിച്ചതിൻ്റെ ഉള്ള പവറാണ് അത്. ആ ആട്ടമൊക്കെ എന്താ ഇപ്പോൾ കഥ. ഞങ്ങളുടെ നാട്ടിലേക്ക് കഴിഞ്ഞ് നേരെ ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ്. നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കി പോയതായിരുന്നു. അതുകൊണ്ട് എന്താ ചിക്കനൊക്കെ പിടിച്ച് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബായി ഫുള്ള് കരിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവരവിടെ കത്തിച്ചു തന്നു. നമുക്ക് ചുട്ടാൽ മതി. അവർ കത്തിച്ചു തന്നു. അതിനിടയിൽ അവിടെ നമ്മൾ ക്യാരം ബോർഡ് കളിക്കണമെങ്കിൽ കളിക്കാം, മേലെ ഷട്ടിൽ ബാറ്റ് കളിക്കണമെങ്കിൽ അത് കളിക്കാം, പിന്നെ അമ്പ് വിട്ട് കളിക്കുക. ഒക്കെ സജീവമായിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. കുളിക്കുന്നവർക്ക് കുളിക്കുക. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞാപ്പം താട്ടി നമ്മളെ മസാലയൊക്കെ തേച്ച് ചിക്കനാണ് വെക്കൽ തുടങ്ങി. ബാക്കിലെ ജാബർക്ക്, അപ്പുറത്തെ അസീബ്, ഇതൊക്കെ നമ്മൾ അവിടെ ചാമ്പൊക്കെ കിട്ടി, ഔക്കാട്, ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള വീട്ടുകാർ വന്നിട്ടാണ്. അതൊക്കെ പ്രത്യേകിച്ച് പറയണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചിലവർ പാട്ടിട്ട് ചായ കുടിക്കണ്, അവിടെ ചിലവർ ക്യാരം ബോർഡ് കളിക്കണ്, ചിലവർ ചിക്കൻ ചുടണ്, ചിലവർ അവിടെ അമ്പ് വിടണ്, ചിലവർ അവിടെ ഡാൻസ് കളിക്കണം. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വൈബ് എന്ന് പറഞ്ഞാൽ ഇജാതി വൈബ് വേറെ ഒന്നും കിട്ടിയില്ല. ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാടി നീ ആരാധനാകും അറിയാമോ പിറാക്കളെ ഇന്നിയ ജീവിതം അങ്ങനെ ചെങ്ങായിമാരെ നമ്മളതിൻ്റെ ഇടയിൽ വന്നിട്ട് ചിക്കനൊക്കെ തുറന്നു നോക്കിയിട്ട് അതിന് മേലെ കുറച്ച് എണ്ണയൊക്കെ പറഞ്ഞ് മറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ നമ്മൾ ഈ പാട്ടും കേട്ട് അവിടെ ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്. അങ്ങനെ കൂടി കഥ ഒന്നും പറയണം. അതിൻ്റെ ഇടയിൽ അമ്പുടയിൽ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു കഥ ഒന്നും പറഞ്ഞടിക്കാൻ പറ്റൂല. ഇതിൻ്റെയൊക്കെ സിറ്റുവേഷൻ നമ്മൾ അവിടെ പോയാലേ കിട്ടുള്ളൂ. വല്ലാത്ത ജാതി സംഭവം. അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ടും കുറേ ആൾക്കാർ ശരിയാവും, ചിലവർ ശരിയാവില്ല. അതല്ല ഇപ്പോൾ അവസ്ഥ. അതിൻ്റെ ഇടയിൽ സ്പീക്കറൊക്കെ പൊടിച്ചിട്ട് വേറെ ഡാൻസ്, ഒരു കഥ വൈബ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി വൈബ്. இப்போதே அர்த்தம் ஆக்குதே இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. അങ്ങനെ രാത്രിക്കത്തെ ഫുഡ് നമ്മളെ ചിക്കൻ ചുട്ടതും നമ്മളിവിടുന്ന് 70 ചപ്പാത്തി ഉണ്ട് അതായിരുന്നു. പിന്നെ രാവിലെ നമുക്ക് 2 ഐറ്റം ഫുഡ് ഉണ്ടായിരുന്നു. പുട്ട്, പോരി, പിന്നെ കടലക്കറി, നമ്മളെ ഉരുളങ്കറി, അങ്ങനെ അതായിരുന്നു നമ്മളെ രാവിലക്കത്തെ. പിന്നെ നേരെ വിട്ട് സെമി പുളുക്ക് അതൊക്കെ എടുക്കേണ്ട കിഡിയും പള്ളി. എന്താ എൻജോയ്മെന്റ്. അതിൻ്റെ ഇടയിൽ നവാസിന് വികച്ചി എജാതി വികച്ചാന്നറിയോ. ആരും കണ്ടിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ക്യാമറയിൽ കുടുങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല. അങ്ങനെ കൂടെ ചുരുക്കി പറഞ്ഞാൽ വള്ളത്തിൻ്റെ ചാട്ടി ഒരു ജഗ പോകാന്നുണ്ടെങ്കിൽ വല്ലാത്ത ജഗ പോക. അതിൻ്റെ കട്ട കടിച്ചിട്ട് കുറേ ആൾക്കാർ അങ്ങനെ കിടക്കലും ഒരു കഥ എന്ന് പറഞ്ഞാൽ. நான் என்னை பார்க்கிறேன் ஏதுமில்லாமலே இயல்பாய் சுடர் போல் நானே இல்லாத അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കറക്റ്റ് 11:45 അവിടുന്ന് ഔട്ടായി. അങ്ങനെ അവിടുന്ന് പാട്ടും ഡാൻസും ഒക്കെ കൂടി എൻ്റെ ജഗ പോക അവരാണ്ട് സന്തോഷിപ്പിച്ച് നമ്മളാണ്ട് ഇറങ്ങാൻ പോവാണ്. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് ചുരം വഴി വരുന്നുണ്ട്. അങ്ങനെ നേരത്തെ പൊയ്ക്കോളി അല്ലെങ്കിൽ ബ്ലോക്കിൽ പെടുമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും നോക്കിയില്ല. നേരത്തെ വിട്ടപ്പോഴാണ് വയനാട് ചുറ്റുമ്പോൾ നമ്മളാണ് പിടിച്ച് ആരാ രാഹുൽ ഗാന്ധി നമ്മളെ കണ്ടുന്നാ. വല്ലാത്ത ജാതി വണ്ടിയിലാവിടെ അവർ പായപ്പിനായതുകൊണ്ട് നമ്മൾ മിന്നായ പോലെ കണ്ടെന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ തള്ളി പറയാനൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ വീട്ടിൽ ഉൾപ്പെടുത്തിക്കുന്നത്. അപ്പോൾ അതുകൂടെ കണ്ടില്ല. അതിനുശേഷം നമ്മൾ എന്താട്ടി ഉച്ച ഫുഡ് നമ്മളെ ജാബർഖാൻ്റെ പാക്കേജിലുള്ളതായിരുന്നു. നല്ല ഫുഡ്, അൺലിമിറ്റഡ് ബിരിയാണി ആയിരുന്നു. ഒന്നും പറയാനില്ല. അവിടെ ആ കടൻ്റെ അടിയിൽ തന്നെയാണ് മറ്റേ ഷോപ്പ് ചെയ്ത് ഈ ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും ആരും വാങ്ങിയിട്ടില്ലെങ്കിലും എല്ലാം തീറ്റ നിങ്ങൾ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് വയനാട് ചുരാണ്ട് ഇറങ്ങി പോണവർക്കൊക്കെ പോലീസും പട്ടാളും കാര്യങ്ങളൊക്കെ ആര് നമ്മളെ രാഹുൽ ഗാന്ധി വരില്ലേ. അങ്ങനെ കൂടി ഒരു കഥ. അങ്ങനെ ചുരുക്കി പറയുക ബാക്കി വീഡിയോയിലെ കണ്ടു. ഈ വീഡിയോയിലുണ്ട് നമ്മൾ വണ്ടികൾ ഇങ്ങനെ പായി പോണ്. അത് മറ്റേ ടീമിൻ്റെ വണ്ടികളെ
போகுதே பாதை இல்லாமலே அழகாய் நிகழே அதுவாய் நீரின் ஆழத்தில் போகின்ற கல் போலவே ஓசையெல்லாம் துறந்தே காண்கின்ற காட்சிக்குள் நான் மூழ்கினேன் திமிலேறி காலை மேல் தூங்கும் காகமாய் பூமி மீது இருப்பேன் புவி போகும் போக்கில் கை கோர்த்து நானும் நடப்பேன் ஏதோ ஏகம் எழுதே ஆஹா ஆழம் தருதே தாய் போல் வாழும் கனவே ആരോ അങ്ങനെ മഴ കാരണം നമ്മൾ എവിടേക്കും പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ചെക്കന്മാർ പറഞ്ഞു നമുക്കൊന്ന് പള്ളി കണ്ടോ, ചുരത്തുമ്പോൾ പള്ളി ഉണ്ടപ്പോൾ എല്ലാവർക്കും പള്ളി കാണാൻ പോയി. അങ്ങനെ നേരെ വിട്ട് പള്ളിക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് അങ്ങനെ എല്ലാവരും അവിടെ എല്ലാം സജീവമായിട്ട് ഫുള്ള് കണ്ട് കറങ്ങിയതിന് ശേഷം അപ്പോഴേക്കും മഴ ചാറൽ തുടങ്ങി. എവിടേക്കും മഴ പെയ്യുന്നു നമുക്ക് എവിടേക്കും ആക്റ്റീവായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിനുള്ള പുറത്തേക്കാണ് ഇറങ്ങി, പള്ളീൻ്റെ പുറത്തേക്കുള്ള വ്യൂ നോക്കി വല്ലാത്ത അത് വ്യൂ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ രാത്രി അൺലിമിറ്റഡ് മന്തി ചെയ്യുന്നു, അത് നമ്മൾ ജാബ്രക്കിൻ്റെ പാക്കേജ് ഉള്ളതെന്ന്. അങ്ങനെ എത്രയോളം വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തുക. ഓക്കെ ബബ്ബ. അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തുക. ഓക്കെ.